കണ്ടു, നമുക്ക് മനസ്സിലായി ചട്ടകലം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ആ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ഒരിക്കലും നമ്മൾ കാണാതിരിക്കുക, അതിനെപ്പറ്റി ചോദ്യം ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ മക്കളായിരിക്കും, നല്ല മോശപ്പെട്ട വീടായിരിക്കും, സാഹചര്യങ്ങളായിരിക്കും, അതൊന്നും ചൂണ്ടിക്കാട്ടാതിരിക്കുക. അപ്രിയ സത്യങ്ങൾ തന്നെ പറയാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ചൂണ്ടിക്കാട്ടാതിരിക്കുക. കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് 20 വർഷമായിട്ട് 30 വർഷമായിട്ടോ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു തീരാ വേദനയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും വേദന വരും. ഹലോ, ഈ ബിസിനസ്സിനകത്ത് ഒരുപാട് ആളുകൾ ബിസിനസ്സിനകത്ത് വരും. നിങ്ങൾ ഇതേപോലെ അവരോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറാതെ, ഈ പറയുന്ന ബ്ലെയിം ചെയ്യാതെ, അവരെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാതെ ഈ ബിസിനസ്സിന്റെ കൈപിടിച്ച് നിങ്ങളെ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ബിസിനസിന്റെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഹലോ, ക്ലിയർ ആയോ? അനീഷ് ബാബു എന്ന് പറയുന്ന വ്യക്തി എന്റെ ഗ്രേറ്റ് മെന്റർമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിനോട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസം വരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു ദിവസം ഒരു മീറ്റിംഗ് വെച്ച് പറഞ്ഞത് എങ്ങനെയാണ്, സാറ് എന്റെ ബിസിനസ്സിനകത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ചെറിയ പ്രയാസമുണ്ട്. കാരണം എനിക്ക് ഈ ബിസിനസ്സിനകത്ത് എക്സ്പീരിയൻസ്, മുന്നോട്ട് പോകാനുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഇതുവരെ ഞാൻ ആർജിച്ച എക്സ്പീരിയൻസ് ഒക്കെ, പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന 1-2 ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും കാണാത്ത പലതും നിങ്ങളുടെ വീട്ടിലേക്ക് തരുന്ന കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഹലോ, നിങ്ങളെ കൂടെ വരുന്ന ആളുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ നെഗറ്റീവായ കാര്യങ്ങളോ മോശപ്പെട്ട കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. അവർക്ക് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും ആ പോരായ്മ പരിഹരിച്ച് അവരെ കൂട്ടി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് വെച്ചിട്ട് നിങ്ങൾ കാണാൻ പറ്റും. ഹലോ, ഇഫ് യു വാണ്ട് എ ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച്. ആ ചേഞ്ച് ഞാൻ എന്നിലാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് അനീഷ് സാർ എന്നോട് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൈയ്യടി. ഒരാളെ റോസാപ്പൂ കാണിച്ചു. ആ റോസാപ്പൂ കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത് ചോദിച്ചു. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, മനോഭാവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നല്ല ചുവന്ന തുടുത്ത നല്ല ഭംഗിയുള്ള നല്ല മണമുള്ള റോസാപ്പൂ പറഞ്ഞു. ആ വ്യക്തി ആരാണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. വേറെ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കണ്ടത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതല്ലോ, നിറയെ മുള്ളുകളുള്ള മരത്തിൽ ഒരു ചെറിയൊരു പൂ. ഹലോ, അദ്ദേഹം കണ്ടതാണ് മുള്ളാണ് കണ്ടത്, മറ്റേ ആൾ കണ്ടതാണ് പൂവാണ് കണ്ടത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ജീവിതത്തില്, ബിസിനസ് ജീവിതത്തില് ശൈലേഷ് പാലന നിങ്ങൾ മുള്ളാണോ കാണുന്നത്, പൂവാണോ കാണുന്നത്? നിങ്ങൾ ഭർത്താവിന്റെ അടുത്ത് മുള്ളാണോ കാണുന്നത്, ഈ പൂവാണോ കാണുന്നത്? ഭാര്യയുടെ അടുത്ത് മുള്ളാണോ കാണുന്നത്, പൂവാണോ കാണുന്നത്? നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് മുള്ളാണോ കാണുന്നത്, പൂവാണോ കാണുന്നത്? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ അവരുടെ ഗുണങ്ങളെ പറ്റി കാണുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ രക്ഷപ്പെടും. മുള്ളുള്ള ആളുകളുണ്ട്, പൂവുള്ള ആളുകളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മോശപ്പെട്ടതുണ്ടാവും, നല്ലതുണ്ടാവും. നല്ലത് പറയുക, നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിരന്തരമായി നിങ്ങളെ കൂടെയുള്ള ആളുകൾ ഇത് പറയിപ്പിക്കുക, പ്രേരിപ്പിക്കുക. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിനാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞത്. അടുത്താണ് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്, ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിനകത്ത് വേണ്ട കാര്യങ്ങളാണ്, മനോഭാവത്തിൽ വേണ്ട കാര്യങ്ങളാണ്. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം, 2 നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആളുകൾ കിട്ടാം. ഏത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഏത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്? പറയൂ കുട്ടികളെ, പറയൂ. പണ്ട് ഇന്നസെന്റ് ഒരു സിനിമയില് വിപരീത മതം പഠിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് ആവർത്തിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം, രാത്രി പകൽ പകൽ രാത്രി. ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് നിർത്താൻ പറ്റുന്നില്ല. എന്നാ പിന്നെ ഞാൻ നിർത്തണ്ട, എന്നാ ഞാൻ പോവുക, നിങ്ങൾ പോകണ്ട. രാത്രി കണ്ടിട്ടുണ്ടോ? ഹലോ, അതേമാതിരി കുട്ടികളെ നിങ്ങൾ പറയൂ എന്താണ്, ഏത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണോ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണോ? പോസിറ്റീവ് വേണോ, നെഗറ്റീവ് വേണോ? പോസിറ്റീവ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഉള്ള ഗുണം എന്താണ്? നമ്മുടെ വ്യക്തിത്വ ജീവിതത്തിനകത്ത് ഗുണമുണ്ട്, നമ്മുടെ ബിസിനസ് ജീവിതത്തിന് ഗുണമുണ്ട്. ബിസിനസ് ജീവിതത്തിൽ റോ മെറ്റീരിയൽ എന്താണ്? ഹെർബൽ പേസ്റ്റ് ആണോ, ചാമ്പി തൈലമാണോ, ലിവിഗൻ സിറപ്പാണോ, അല്ലെങ്കിൽ മേൻമാരാണോ? അതായത് മേൻപവർ ആണോ? മാൻപവർ. ആളുകളെയാണ് ബിസിനസ് കൊണ്ടുവരുന്നത് അല്ലെ? ആളുകളെ കൊണ്ടുവരണമെങ്കിൽ മറ്റുള്ള ആളുകൾ നന്നാക്കിയല്ല നമ്മൾ വേണ്ടത്, നമ്മൾ സ്വയം നന്നാകുകയാണ് വേണ്ടത്. ക്ലിയർ ആവുണ്ടല്ലോ? അതുകൊണ്ട് പോസിറ്റീവ് മനോഭാവം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് അത് രക്ഷപ്പെടാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, നല്ല കൈയിടിക്കോ. പോസിറ്റീവ്. അടുത്താണ് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്, ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. ഹൈ തിങ്കിങ് എന്ന് പറയുന്നതാണ് ഉയർന്ന ചിന്താഗതി, ലോ തിങ്കിങ് എന്ന് പറയുന്നതാണ് താഴ്ന്ന ചിന്താഗതി. അപ്പോ ഈ ഉയർന്ന ചിന്താഗതി എന്നെ പഠിപ്പിച്ച വ്യക്തിയാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. ഹലോ,
രാമേശ്വരം എന്ന് പറയുന്ന കടപ്പുറത്ത് ഒരു മുക്കുവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1931 കാലഘട്ടത്തിൽ ഒക്ടോബർ മാസം 15-ാം തീയതി ജനിച്ച രാമേശ്വരം കടപ്പുറത്ത് ജനിച്ച ഒരു വ്യക്തിയായി, മുക്കുവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായി. അദ്ദേഹത്തെ ജീവിക്കാനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് കപ്പലടി വിൽക്കലായിരുന്നു. കടപ്പുറത്തൂടെ കപ്പലടി വിൽക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ, ജീവിക്കാൻ ഗതിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പണമില്ലാത്തതുകൊണ്ട്. ആ സമയത്ത് മോരങ്ങളിൽ പോകുന്ന ഹെലികോപ്റ്ററുകളും പ്ലെയിനുകളും കാണുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പറക്കുന്നത്, ഇതിന്റെ ടെക്നോളജി എന്താണെന്ന് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇദ്ദേഹം വീട്ടിൽ വെച്ച് പറഞ്ഞ സമയത്ത് ഇത് പഠിപ്പിക്കാനുള്ള സാഹചര്യം വീട്ടിലായിരുന്നു. പക്ഷെ മൂത്ത സഹോദരി എന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന മൂത്ത സഹോദരിയുടെ കെട്ടുതാലി അത് ഒരു വിറ്റുകൊണ്ട് ഇവരെ പഠിപ്പിക്കാൻ തയ്യാറായി. അങ്ങനെ ഘട്ടങ്ങളായി പഠിപ്പിച്ച് അതിനകത്ത് ഈ പറയുന്ന സയന്റിസ്റ്റായി മാറുകയും അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് റാങ്കോളറായി മാറുകയും പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റായി അദ്ദേഹം മാറി. 11ാമത്തെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റായി അദ്ദേഹം മാറി. അപ്പൊ മുക്കുവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടും വ്യോമയാന ശാസ്ത്രജ്ഞനായി മാറാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ആ പറയുന്ന മനോഭാവം നമ്മൾ സാഹചര്യങ്ങൾ നിങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനും, സാഹചര്യങ്ങൾ നിങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനും, നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിയായി മാറുമെന്ന് പറയും. അതുകൊണ്ട് സാഹചര്യങ്ങളെ നമ്മൾ ഒരിക്കലും പഴിക്കരുത്. പകരം നമ്മൾക്ക് വേണ്ട സാഹചര്യങ്ങളെ നമ്മൾ ഉണ്ടാക്കണം. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാന മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ട സാഹചര്യങ്ങളെ ആ പറയുന്ന മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തത് കൊണ്ടാണ് ലോകം അദ്ദേഹത്തിനെ ആദരിക്കുന്നത് എന്നുള്ളതാണ് ഹൈ തിങ്കിങ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈ തിങ്കിങ്, ഉയർന്ന ചിന്താഗതി. ഹലോ, സത്യത്തിൽ ഈ ബിസിനസ് വന്നതിന് ശേഷം ഇതിലേക്ക് ഇത്ര പവർ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ കാർ വാങ്ങാനോ വലിയ വീട് വെക്കാനോ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനെ പറ്റിയൊക്കെ എന്ന് മുതലാണ് നമ്മൾ മാറ്റി വരുത്തിയത്. അന്ന് മുതൽ വെച്ചടി കയറ്റാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്. ഹലോ, ഇത് ഒരു ഘട്ടത്തിലൂടെ 2 ഘട്ടത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള നമുക്ക് കഴിയില്ല. പല ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് പാസ്റ്റ് കമ്പനിയുടെ ഭാഗമായിട്ട് മലേഷ്യയിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് പോയി. നമ്മുടെ കമ്പനിയുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് പോയി. ആ കോൺഫറൻസ് പോയ സമയത്ത് ഒരു 7-സ്റ്റാർ ഹോട്ടലാണ് താമസിച്ചത്. ഞാൻ കാണുന്ന സമയത്ത് സ്വർഗം പോലുള്ള സ്ഥലം. സത്യത്തിൽ മാറ്റിൽ നമുക്ക് നമ്മൾ മുഖം തുടയ്ക്കുന്ന തുണിയൊക്കെയാണ് താഴെ ഇട്ടത്. ഇത് അറിയാണ്ട് വീട് പോയതാണോ ചവിട്ടാനാണോ എന്നുള്ള ഡൗട്ട് അടങ്ങിയിട്ടുണ്ടായി. ബാത്റൂമിലൊക്കെ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ അത്രയും ഫ്രഷ്നെസ്, കിടക്കുന്ന ബെഡൊക്കെ തടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ലൈഫിന്റെ അകത്ത് ഭയങ്കരമായ ഒരു കോരിത്തെരുപ്പ് വരും. മൊത്തത്തിൽ മിററും നമ്മൾ ഇടേണ്ട അവിടെ നിന്ന് ഇടേണ്ട ഡ്രസ്സും ചെരുപ്പും വിസയുടെ കംപ്ലീറ്റ് സാധനം എന്റെ സ്മെല്ലടക്കം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു 10 കാലം മുന്നേ ഉള്ളതാണ്. ഞാൻ അവിടെ നിന്ന് കുറെ സെൽഫിയിൽ കുറെ ഫോട്ടോ എടുത്ത് വെച്ചു. കാരണം ഇങ്ങനെ ബാത്റൂം ഇങ്ങനെ വേണം, എന്റെ ബെഡ് ഇങ്ങനെ ആയിരിക്കണം, എന്റെ സീലിംഗ് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. കാരണം അന്ന് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ എന്റെ ചിന്താഗതികൾ മെട്ടമായി മെല്ലെ മാറി വരാൻ തുടങ്ങി. അന്ന് ഇത് എടുത്ത സമയത്ത് ഈ പറയുന്ന ഫോട്ടോ തിരിച്ച് എന്നോട് ഇങ്ങനെ ചോദിച്ചു, അല്ല രേഷേ നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, നീ ഫോട്ടോ എടുത്ത് വല്ല കാര്യം കിട്ടും. അത് ഞാൻ തിരിച്ച് അവരോട് പറഞ്ഞു. കാരണം അന്നത്തെ എന്റെ കോൺഫിഡൻസ്, ട്രെയിനിങ് അറ്റൻഡൻസ് ഭയങ്കര കോൺഫിഡൻസാണ്. ഞാൻ തിരിച്ചു പറഞ്ഞ എങ്ങനെയാണ്, എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ഞാൻ ഉണ്ടാക്കും. ഇതേപോലെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നോക്കണം. അന്ന് സിംഗപ്പൂരിൽ ഞാൻ കിടന്ന അതേ ബെഡും അതേ ലൈറ്റും അതേ വാർഡ്രോബും ഒക്കെ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ച കമ്പനിയുടെ പേരാണ് മൈലേഷൻ മാർക്കറ്റിംഗ്. ഹൈ തിങ്കിങ്, ഹൈ തിങ്കിങ്, വെരി ഇമ്പോർട്ടന്റ്. ഹൈ തിങ്കിങ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ മനസ്സിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ്. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നവന്റെ മനസ്സിലേക്ക് അവൻ അറിയാതെ അവന്റെ മനസ്സ് വലുതായി. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ, ഒരാഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അറിയാതെ നിങ്ങളുടെ മനസ്സിന് വലുതായി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാതിലൂടെ ഒരു ആനയെ കയറ്റണം. ഒരു ആനയെ കയറ്റണം. കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റില്ല എന്ന് ഓർക്കുന്ന ആൾക്കാരെ കയറ്റാൻ പറ്റും. നിങ്ങളെ കുഴപ്പമാണ്. ഒന്നുകിൽ ആന ചെറുതാകുക അല്ലെങ്കിൽ വാതിൽ വലുതാകുക, ആന കയറും. ഹലോ, ഒന്നുകിൽ ആന ചെറുതാകുക അല്ലെങ്കിൽ വാതിൽ വലുതാകുക, ആന കയറും. സാറേ, ആ പറയുന്ന ആന എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ അകത്ത് ആഴ്ചയിൽ 2-10 വാതിൽ എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സായിട്ട് കാണുകയാണെങ്കിൽ ഒറ്റ പണിയിടൂ. മനസ്സ് വലുതാക്കുക, ആന കയറും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സുരേഷ് പൊന്നണ്ണ സാറും നൗഫൽ സാറും സനു സാറും ശ്രീധരൻ സാറും ഞാൻ ഉൾപ്പെടെയുള്ള 4 സീലിംഗ് അച്ചീവേഴ്സ് ആഴ്ചയിൽ 2,10,000 വരുമാനം വാങ്ങിയ ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ മനസ്സ് വലുതാക്കിയ ആൾക്കാരാ, ആനയെ ചെറുതാക്കിയ ആൾക്കാരല്ല. മനസ്സിലായിട്ട് കൈകടിച്ചു. ക്ലിയറായോ? ഇതേപോലെ ഒരു ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഈ ബിസിനസ്സിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് രക്ഷപ്പെടും. അടുത്തതാണ് ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. എന്താ ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്?
ഒരച്ഛന് ഒരു ചെറിയൊരു മകനുണ്ടായിരുന്നു. ആ മകനെ എന്നും ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടിൽ അങ്ങനത്തെ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നല്ല. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും അവന്റെ അച്ഛന്റെ ഈ പറയുന്ന ചായ അടിക്കുന്ന പിടിയിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ പോകുന്ന സമയത്തും അവിടെയുള്ള ചെറിയ പലഹാരങ്ങളൊക്കെ അവന് കൊടുക്കും, ചെറിയ ഭക്ഷണമൊക്കെ അവന് കൊടുക്കും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഓടി അവന് ആ പറയുന്ന ചായക്കടയിലേക്ക് വരും. അങ്ങനെ എന്ത് ചെയ്യും, അവന് കുറച്ച് പലഹാരങ്ങളും ചെറിയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ നിരന്തരമായി അവിടെ വന്നു പോയ ആ പയ്യന് ഭക്ഷണം കിട്ടുകയും അച്ഛന്റെ സ്ഥാപനമായതുകൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പഠിത്തത്തിൽ വലിയ 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 മിടുക്കരങ്ങായി നിന്ന് ആ കുട്ടി അച്ഛനൊക്കെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ജോലി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് തോന്നുകയാണ് അച്ഛന്റെ ഈ സ്ഥാപനം നോക്കി നടത്തുന്നതാണ് എനിക്ക് നല്ലത്. അങ്ങനെ ചിന്തിച്ചു പോയി ആ പറയുന്ന വ്യക്തിയെ, ഈ അച്ഛൻ ഹൈത്തിക്കുള്ള വ്യക്തിയായിരുന്നു. ഹൈത്തിക്കുള്ള ആ പറയുന്ന അച്ഛൻ പറഞ്ഞത്, നീ ചായപ്പൊടി നിൽക്കട്ട, നിന്നെ കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചത് ഈ ചായപ്പൊടി നിൽക്കാനല്ല, അതുകൊണ്ട് നീ ജോലി അന്വേഷിച്ച് വേറെ എങ്ങോട്ടും പോയിക്കോ, ഈ പണി ഞാൻ ചെയ്തോളൂ. ആ അച്ഛനാണ് ഹൈത്തിനി. അതിന് പകരം ആ അച്ഛൻ ചിന്തിക്കുന്നത്, നീ എങ്ങോട്ടും പോകണ്ട, എന്റെ കാലത്തിന് ശേഷം ഞാൻ മരിച്ചു പോയതിനു ശേഷം നീ ഈ സ്ഥാപനത്തിന് നോക്കി നടത്തണം, നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ചിന്താഗതിയാണ് ലോകത്തേക്ക്. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളെ മക്കളെ വളർത്തുന്നത് അതിനനുസരിച്ച് നിങ്ങളെ മക്കൾ ഡെവലപ്പ് ആവും. നിങ്ങൾ ഏത് രീതിയിലാണോ മക്കളെ സാഹചര്യങ്ങളെ അടിച്ചമർത്തിയിട്ടാണ് നിങ്ങൾ മക്കളെ വളർത്തുന്നതെങ്കിൽ ആ രീതിയിലാവും. അതേപോലെ നിങ്ങൾ ജീനിയോളജിയിൽ വരുന്ന ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 വരുന്ന ആളുകളെ നിങ്ങളെ സ്വപ്നങ്ങൾ കാണിക്കണം, അവരോട് വലിയ വലിയ കാര്യങ്ങൾ പറയണം. അതേപോലെ തന്നെ നിങ്ങളത് നേടി കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഘട്ടഘട്ടമായി നിങ്ങളിലൂടെ അവർ ആ പറയുന്ന ഹൈത്തിങ് പഠിച്ചെടുക്കും. അങ്ങനെ ഘട്ടഘട്ടമായി ബൈക്ക് വാങ്ങിയും കാർ വാങ്ങിയും ലാപ്ടോപ്പ് വാങ്ങിയും ഡ്രസ് കോഡ് മാറ്റിയിട്ടും ആഴ്ച 2-10 വാങ്ങിയും ഇതൊക്കെ നിങ്ങളിങ്ങനെ കാണിച്ച് വരുന്ന സമയത്ത് ഒരു പറ്റം ആളുകളെ ഈ പോസിറ്റീവ് മനോഭാവവും ഹൈത്തിങ്ങിങ് ആറ്റിറ്റ്യൂഡായി നിങ്ങളെ കൂടെ നിൽക്കും. അവരെല്ലാം നിങ്ങൾ കടന്നു പോയാലും 10 തലമുറയ്ക്ക് വീട്ടിലേക്ക് വരുമാനം എത്തിച്ചു തരും. ആ കമ്പനിയുടെ പേരാണ് ബൈരിസ്കുമാർ. ഹലോ, ക്ലിയർ ആയോ? ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഈ ബിസിനസ്സിലാണ്. ഓക്കെ, അടുത്താണ് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ്, 2 കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ്. ഈ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ച ലോകത്തെ എനിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മഹാനായ മനുഷ്യനാണ് M.A. യൂസഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ ഈ ഇന്റർവ്യൂകാരൻ ചോദിച്ചു, യൂസഫ് അലി സാർ എങ്ങനെയാണ് സാറിന്റെ സക്സസ് സ്റ്റോറി ഒരു 2-3 വാക്കുകളിൽ ഒരു 5 മിനിറ്റ് പറയുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്റെ കസ്റ്റമർ കൊടുത്തു, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കസ്റ്റമർ കൊടുത്തു. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആ പറയുന്ന കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഞാൻ എടുത്തു. സാർ എന്റെ ആപ്പിൾ കൊള്ളാമോ സാർ, എന്റെ ഈ ലുലു മാളിലെ ഈ പറയുന്ന സർവീസ് കൊള്ളാമോ സാർ, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സാർ, ഈ ഫീഡ്ബാക്ക് എടുത്തു. നെഗറ്റീവ് ആളുകൾക്ക് അതിന്റെ പരിഹാരം ഉണ്ടായി കൊടുത്തു. പോസിറ്റീവ് ആളുകളോട് താങ്ക് യു പറഞ്ഞു. മൂന്നാമത്തെ അദ്ദേഹം ചെയ്യുന്നത് അറിയോ, ആ പറയുന്ന വ്യക്തിയായിട്ട് നല്ലൊരു ഹൃദയബന്ധം സ്ഥാപിച്ചു. ആ വ്യക്തിയായിട്ട് നല്ല ഹൃദയബന്ധം സ്ഥാപിച്ചു. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇദ്ദേഹത്തിലൂടെ ലുലു ഹൈപ്പർ മാർക്കറ്റിനെ പറ്റി സംസാരിപ്പിച്ചു. അങ്ങനെ 100 കണക്കിന് 1000 കണക്കിന് സന്തുഷ്ടരായ തൃപ്തികരമായ കസ്റ്റമറെ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലോകത്തെ കോടീശ്വരനായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹലോ, ഇതാണ് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ സർവീസും ക്ഷമയോടുകൂടി കാത്തു നിൽക്കുക, ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, റിട്ടേൺ എടുക്കാൻ 5 കൊല്ലം 10 കൊല്ലം ഉണ്ടാകുമെന്ന് ക്ഷമയോടുകൂടി നിൽക്കുക. എന്നിട്ട് ഘട്ടഘട്ടമായി ഇതിനെ വളർത്തിയെടുത്ത് ഒരു 5 വർഷം 10 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഡെവലപ്മെന്റ് എന്താണ് എന്ന് ബോധ നിലവാരത്തോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റണം. പകരം ആളുകൾ ഈ ബിസിനസ് വന്നാൽ എന്താ ചെയ്യുക, ചാമ്പിത്തേർ വേറെ ഒരു സോപ്പ് പേസ്റ്റ് ഇത് കിട്ടി ഇനി അതിനകത്തെ കംപ്ലൈന്റ് കുറ്റവും പറഞ്ഞു. ഹലോ, ഇനി എന്തെങ്കിലും മുതൽമുടക്കി ആ പറയുന്ന മുതൽമുടക്ക് തിരിച്ചു പിടിച്ച് പിന്നെ ഒരു രൂപയായിട്ട് മുടക്കില്ല, പിന്നെ ട്രെയിനിങ് ഇല്ല, മീറ്റിംഗ് ഇല്ല, പുതിയ സ്റ്റോക്ക് എടുക്കില്ല, പിന്നെ റീറ്റെയിൽ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഇല്ല. ഇപ്പൊ കൊയ്യണം, ഇപ്പൊ വരയ്ക്കണം, ഇപ്പൊ കൊയ്യണം, ഒരു ക്ഷമയും ആളുകളില്ല. സ്വർണം ഇനി എന്തെങ്കിലും തരത്തിൽ ചെറിയ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിലോ പിന്നെ കംപ്ലീറ്റ് അപ്പേനെ വിളിച്ചു പോലെ കംപ്ലീറ്റ് നെഗറ്റീവ് ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന എന്താണ്, ബിസിനസ്സാണ്. ആ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്റെ ബിസിനസിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കി അത് ഉത്തരവാദിത്തോടു കൂടി പെരുമാറ്റുന്ന പകരം നമ്മളെല്ലാവരും കംപ്ലൈന്റിന്റെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് മാറും. സ്വർണം ഇതൊക്കെ ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഷോപ്പ് ഇട്ടാണ് നിങ്ങൾ ബിസിനസ് മറ്റേ പേരാമ ടൗണിൽ ചെറിയ ഷോപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ മുതൽ മുടക്കിയാൽ നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും, ഡെയിലി എത്ര കിട്ടും, മാസത്തിൽ എത്ര കിട്ടും, ഒരു 10,000 രൂപ വരുമാനം കിട്ടും അല്ലേ? ആ 10,000 ഉണ്ടാക്കണേ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങൾ തുറന്നിരിക്കണം. തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥാപനം മറ്റൊരു തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം കൂട്ടേണ്ടി വരും. കാരണം നിങ്ങൾ എത്ര പേര് ഇപ്പൊ പുതിയ റോഡ് കൂടെ പോയിട്ടുണ്ട്,
ഇപ്പൊ 4 വരി പാത ഉണ്ടല്ലോ, 4 വരി പാത വഴി മറ്റേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇടയിൽ എവിടെയെങ്കിലും യാത്ര ചെയ്ത ആൾക്കാർ കൈപോക്കി, എവിടെയെങ്കിലും യാത്ര ചെയ്ത ഓക്കെ. നിങ്ങൾ പോകുന്ന പോക്കി കുളാടിക്കുന്ന് ബൈപ്പാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇടത് ഭാഗത്ത് 2 പെട്രോൾ പമ്പ് അടച്ചുപോയി. ആ 2 പെട്രോൾ പമ്പ് ഇങ്ങനെ കാണാം, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി കാണില്ല. എസ് പറഞ്ഞോ, ആ പെട്രോൾ പമ്പൊക്കെ റോഡ് വന്നിട്ട് മിക്കവാറും അടിച്ചു. അതേപോലെ ഒരുപാട് കടകൾ, ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ, ഒരുപാട് വലിയ വലിയ എന്താ പറയാ ബിൽഡിങ്ങുകൾ, ഈ പറയുന്ന സാധനങ്ങൾ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കിയ പല സ്ഥാപനങ്ങളും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വലിയ നഷ്ടത്തിൽ പോയി. സ്വർണം സത്യത്തിൽ ഒരു ഡെവലപ്മെന്റ് വരുമോ, എന്തെങ്കിലും ഡെവലപ്മെന്റ് വരുമോ ചിലതൊക്കെ തകർത്തുകയപ്പെടും. സത്യത്തിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട പല ബിസിനസ്സുകാരും. പക്ഷെ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, 1 രൂപ പോലും മുതമുടക്കില്ലാതെ ഒരു 2 ജോഡി ഡ്രസ്സ് എടുത്ത് നിങ്ങൾക്ക് ആന്ധ്രയ്ക്ക് പോവാം, മഹാരാഷ്ട്രയിലേക്ക് പോവാം, ഗുജറാത്തിലേക്ക് പോവാം, കണ്ണൂരിലേക്ക് പോവാം, വയനാട്ടിലേക്ക് പോവാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ബിസിനസിന്റെ പേരാണ് വൈരസ് മാർക്കറ്റ്. ഹലോ, ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആന്ധ്രയ്ക്ക് പോകുന്നു പറഞ്ഞില്ലേ, 6 ജോഡി ഡ്രസ്സ് വരെ ഞാൻ പോകുന്നത്. 6 ജോഡി ഡ്രസ്സ് കഴിഞ്ഞ് തിരിച്ചു വരും. ഹലോ, മാസാമാസം ആന്ധ്രയിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് 20 ലക്ഷം രൂപയുടെ കച്ചവടമാണ്. 20 ലക്ഷം രൂപ. ക്ലിയറായോ? ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? ഹലോ, ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? അതായത് കോവിഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ തന്റെ സ്റ്റാഫിന് എല്ലാവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്ന് ആ കോവിഡിന്റെ സിറ്റുവേഷൻ മാറുന്നവരെ സാലറി കൊടുത്ത് ഒരു എംപ്ലോയിനെ പോലും പിരിച്ചുവിടാതെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തിയ MA യൂസഫ് അലി എന്ന് പറയുന്ന മഹാന മനുഷ്യനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ്മാൻ. ഹലോ, ക്ലിയറായോ? ഈ ബിസിനസിനകത്ത് നിങ്ങൾക്ക് നാളെ വരുമാനമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച വരുമാനമില്ലെങ്കിൽ, 2 ആഴ്ച വരുമാനമില്ലെങ്കിൽ, ആ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ ഒരു FSS ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കട്ടിംഗ് എടുത്ത് അറ്റൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ കോഴിക്കോട് 4 ഗസ്റ്റിനെ കയറ്റിയാൽ എനിക്ക് ഈ ബിസിനസ്സിലെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇന്ന് വരുമാനമില്ലെങ്കിലും അവിടെ മുടക്കി ഒരു 10 രൂപയോ 100 രൂപയോ മുടക്കി അതിനകത്ത് 1000മോ 10,000മോ തിരിച്ചു പിടിക്കുന്നതിനാണ് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയറായോ? അതുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും കൺസ്യൂമർ ആറ്റിറ്റ്യൂഡിലേക്ക് പോകരുത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൈസ കൊടുക്കുന്നു, ഇപ്പൊ റിട്ടേൺ കിട്ടണം. നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? കുറച്ച് ക്ഷമയോടുകൂടി ഈ ബിസിനസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കാൻ തയ്യാറാണ്. ആരുടെ മനസ്സിലായിട്ട് നല്ലൊരു കയ്യിൽ. എന്നാൽ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ, കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡിസിന്റെ ബോർഡിൽ വാങ്ങിക്കുന്നു. ആ ഓർഡിസിന്റെ ബോർഡിന്റെ ബോർഡ് നോക്കുന്ന സമയത്ത് 99 രൂപ 50 പൈസ അതിന്റെ ബോർഡിൽ തിരിച്ചു. അപ്പൊ 100 രൂപ കൊടുത്താൽ 50 പൈസ ഇങ്ങോട്ട് കിട്ടാറുണ്ട്. ആ പറയുന്ന കൗണ്ടറിൽ പോയിട്ട് ആ പറയുന്ന ആളുടെ മുഖത്തെ രൂക്ഷമായി നോക്കി ആ 50 പൈസ കിട്ടാത്തത് കൊണ്ട് ആ 50 പൈസ ചോദിച്ചു വാങ്ങി ചില്ലറയില്ലെങ്കിൽ വിക്സ് മുട്ടായി എടുത്ത് തിന്നു പോകുന്നതിനെയാണ് കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഹലോ, മുതലാക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് പറയാം, മുതലാക്കൽ ആറ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഹലോ, ഈ ആറ്റിറ്റ്യൂഡ് ഈ ബിസിനസിനകത്ത് നല്ലതല്ല. എന്ന് പറഞ്ഞാൽ പൈസ കളയണമെന്നല്ല പറഞ്ഞത്. പകരം ഈ ബിസിനസിനകത്ത് ആവശ്യമുള്ള സ്ഥലത്ത് മുടക്കാനും അതൊന്ന് ക്ഷമയോടുകൂടി ഉപയോഗിക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. ക്ലിയർ ആവണ്ടല്ലോ? എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എന്താണോ ചെയ്യുന്നത്, നാളെ എനിക്ക് എന്താണോ കിട്ടാൻ വേണ്ടി പോകുന്നത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ ഈ ബിസിനസിനകത്ത് നിങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായിട്ടുണ്ട്? നല്ലൊരു കാര്യം. അടുത്താണ് ബിലീഫ്. ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. കഴിഞ്ഞു. ഏതൊക്കെ പഠിച്ചു? പറയൂ. ഹലോ, ഹായ് പറയും. ഹലോ, ഓയ് കംപ്ലീറ്റ്. ഹലോ, ഹലോ പറയുന്നു പറയൂ. ആ, നമ്മളെ കടപ്പുറത്തുള്ള രാജാവ് പറയൂ. ഓക്കെ. ഹലോ, ഓക്കെ. എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് വേണം? ആറ്റിറ്റ്യൂഡ് പറഞ്ഞതാണ്. ഏത് പറഞ്ഞതാണ്? ആറ്റിറ്റ്യൂഡ് പറഞ്ഞതാണ് മനോഭാവം. എന്തൊക്കെ മനോഭാവം വേണം? പോസിറ്റീവ് വേണം, നെഗറ്റീവ് വേണം? പോസിറ്റീവ് വേണം. ഹൈ തിങ്കിങ് വേണം, ലോ തിങ്കിങ് വേണം? ഹൈ തിങ്കിങ് വേണം. കൺസ്യൂമർ വേണം, ബിസിനസ്സുകാരൻ വേണം? ബിസിനസ് വേണം. ഇതെല്ലാം ഞാൻ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ കൈപ്പൊക്കി. ഓക്കെ, 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ നോക്കണം. ഞാൻ പല ട്രെയിനിങ് എടുത്ത് പോകുന്ന സമയത്തും ഇങ്ങനെ ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എന്റെ കൂടെ ചില ആൾക്കാർ സെൽഫി എടുക്കും. എന്തിനെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനെന്ത് ചെയ്യാനെങ്കിൽ സാർ എഴുന്നേക്കും കാണിച്ചില്ല. ഇങ്ങനെ ട്രെയിനിങ് എടുത്ത് പോകുന്ന സമയത്ത് ട്രെയിനിങ് എടുത്തിട്ട് ഭയങ്കര ചാർജ് ആയിരിക്കും. കാരണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അവസരത്തിനെ കറക്റ്റ് ആയിട്ട് നിന്ന് നമ്മൾ നേരിട്ട് ഒരാളെ കണ്ടതിന് ചാർജാണ്. അപ്പൊ കൈ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ കൈ തരും. ഇതിന് കൈ അങ്ങനെയല്ല കൈ. ഹലോ, എന്നിട്ട് എന്റെ മോതിരൊക്കെ വളച്ചൊടിച്ചിട്ട് ഹലോ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടു. അപ്പൊ ഞാൻ എന്താണ് അവസരം? എന്താ ചാർജ് സാർ? പവറാണ് സാർ. ഓക്കെ സാർ, വെരി ഗുഡ്, നന്നായി വേണ്ടേ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഈ പറയുന്ന ഞാനിങ്ങനെ
ഇങ്ങനെ ഇവിടെ വണ്ടിയൊക്കെ എടുത്ത് വരുന്ന സമയത്ത് എനിക്ക് കൈ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ആരാണ്? ബാബു സാർ. അപ്പൊ ബാബു സാർ ഞാൻ വിളിച്ചു, ബാബു സാർ ബിസിനസ് അങ്ങനെ പോകും സാറേ, ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു, ഇപ്പൊ കാര്യം നടക്കണം. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാൻ കുറച്ച് പുഷ്ടപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതാണ്ട് ട്രാക്ക് കൂട്ടും. ഓക്കെ, ഞാൻ നാളെ മറ്റന്നാൾ കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു പോകുന്ന സമയത്ത് വീണ്ടും വിളിച്ചത്, ഈ മൊബൈൽ ഈ സ്വിച്ച് ഓഫ്. ഹലോ, ഈ മൊബൈൽ ഈ സ്വിച്ച് ഓഫ്. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സാധനം പോയി കിട്ടി. ഹലോ, അതേപോലെ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് പറഞ്ഞു, ഹൈ തിങ്കിങ് പറഞ്ഞു, ബിസിനസ് മാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. കാരണം ഒരു 1/4 മണിക്കൂർ നിങ്ങൾ ഞാൻ പറയുന്ന ഒക്കെ കേൾക്കൂ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം തീരുമാനമാക്കും. ഇതൊക്കെ എത്രയോ ചാടിക്കിടന്നവരാണ് കെ ജോസഫ്. അതുകൊണ്ട് ഇതെല്ലാം പാലിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം നിങ്ങളെ ഭാഗത്തുണ്ടാവണം. മനസ്സിലായിട്ടുണ്ട്? നല്ലൊരു കൈ. അടുത്താണ് ബിലീഫ്. ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. വിശ്വാസം, ബി ഫോർ ബിലീഫ്. Belief is stronger than money and power. Belief is stronger than money and power. സമ്പത്തിനെക്കാട്ടും പവറിനെക്കാട്ടും എത്രയോ മേലെയാണ് നിങ്ങളുടെ വിശ്വാസം. ഒരാളോട് ചോദിച്ചു, സാർ നിങ്ങൾ കല്യാണം കഴിഞ്ഞ എത്ര കാലം? കല്യാണം കഴിഞ്ഞ 6 മാസമായി. ആ 6 മാസത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റവും സുന്ദരിയായ കുട്ടിയാണ് കല്യാണം കഴിച്ചത്? യെസ്, സുന്ദരിയായ കുട്ടിയാണ് കല്യാണം കഴിച്ചത്. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ വിശ്വാസത്തിന്റെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ എത്ര ശതമാനം വിശ്വസിക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 99% വിശ്വസിക്കും. ഹലോ, ആ 99% വിശ്വാസവും 1% വിശ്വാസം ഇല്ലായ്മയാണ് നിങ്ങൾക്ക് ഈ ബിസിനസിനകത്തും നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തും വ്യക്തി ജീവിതത്തിനകത്തും സുഹൃത്ത് ബന്ധത്തിലുള്ളതെങ്കിൽ ആ 1% മതി ബാക്കിയുള്ള 95% തകർത്തുകളയും. ഹലോ ഹലോ, 1000 തേൻതുള്ളിയിൽ 1 മീൻതുള്ളി. 1000 തേൻതുള്ളിയിൽ 1 മീൻതുള്ളി. തേന് പോക്കാണ്, മീൻ പോക്കാണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ ബിസിനസിനകത്ത് നിങ്ങൾക്ക് വിശ്വാസം എവിടെയെങ്കിലും ചോർന്നു പോയാൽ ആ ചോർന്നു പോയ ആ വിശ്വാസത്തിന്റെ ലൂപ്പോളിലൂടെ നിങ്ങൾ സകല വിശ്വാസവും ഒഴുകി പോകും. അതുകൊണ്ട് നിരന്തരമായ ട്രെയിനിങ്ങുകളും നിരന്തരമായ മീറ്റിങ്ങുകളും ഈ ബിസിനസിന്റെ അകത്ത് സക്സസ് ആയ ആളുകളായിട്ട് ഒരു ഇന്ററാക്ഷൻ നിങ്ങൾ നിർബന്ധമായും ചെയ്തുകൊണ്ടേയിരിക്കണം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ട്രെയിനിങ്ങോ ഒരു മീറ്റിംഗോ അറ്റൻഡ് ചെയ്താലൊന്നും നിങ്ങൾ വിശ്വാസത്തിന്റെ 99% 100% അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന ഈ ട്രെയിനിങ് എടുത്തിട്ടിരുന്ന ശൈലേഷ് ബാലനടക്കം 1 ദിവസം 2 ദിവസം ട്രെയിനിങ് എടുത്തില്ലെങ്കിൽ എന്റെ വിശ്വാസം പോലും ചോർന്നു പോകും. കാരണം നമുക്കൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നത് ആ പറയുന്ന തരത്തിലുള്ള ഫുഡാണ്. പുറത്ത് കിട്ടുന്നത് അത്തരത്തിലുള്ള ഫുഡാണ്. നിന്നെ കൊണ്ട് നടക്കില്ല, നിനക്കൊന്ന് വേറെ ജോലിയില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം എന്റെ മാമൻ എന്റെ വീട്ടിൽ വന്നു. കുറച്ച് കാര്യങ്ങൾ കുടുംബത്തിൽ എങ്ങനെ ചെയ്താലോ കാര്യങ്ങൾ പറഞ്ഞു. ഹരീഷ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നു. ഞാൻ പറഞ്ഞു ഗംഭീരായിട്ട് പോകുന്നു, വീടൊക്കെ ഉണ്ടാക്കി കാറൊക്കെ ഉണ്ടാക്കി ഗംഭീരാണ്. അപ്പൊ എന്നോട് മാമൻ പറഞ്ഞതാണ്, ഇനിയെങ്കിലും നിനക്ക് എന്തെങ്കിലും പണിക്ക് പോയി കൂടെ? ഹലോ, എങ്ങെങ്കിലും എടുക്ക് എന്തെങ്കിലും പണിക്ക് പോയി കൂടെ? ഹലോ, ഇതാണ് നാട്. ഇതൊക്കെ കേൾക്കും ആരെ വിശ്വാസം ചോർന്നു പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലൊക്കെ വന്നിരുന്ന് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിചാരിച്ച് വരെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എത്ര കാലം വരുമാനം വേണോ, എത്ര കാലം മൈനസ് മാർക്കറ്റ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ അത്ര കാലം നിങ്ങൾ ട്രെയിനിങ്ങിൽ വന്നിരുന്ന് ആ വിശ്വാസത്തിന്റെ ലൂപ്പുകൾ അടച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായ നല്ല കൈയടിച്ചു. ഈ ബിസിനസ്സിനകത്ത് നമുക്ക് പ്രധാനമായി വിശ്വാസപ്പെട്ട കാര്യങ്ങൾ ഞാൻ ക്രൈറ്റീരിയ തിരിച്ചിട്ടുണ്ട്. ആ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ കൺസെപ്റ്റ് ഉണ്ടാകുന്ന വിശ്വാസമാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റും മൾട്ടി ലെവൽ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതല്ലെങ്കിൽ മണി ചെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഹാളിലുണ്ടെന്ന് എനിക്കറിയാം. ആൾക്ക് ഇറങ്ങുന്ന പരിപാടി, ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി, ഇത് കണ്ടിയായിരുന്നു പോകുന്ന പരിപാടി ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ എവിടെയും ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ച് നിങ്ങൾ പോയാലും ഈ മണി ചെയിൻ ആണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെ കച്ചവടം കൂട്ടിക്കാനുള്ള കുറെ ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ വീട്ടിലെ ആളുകളാവാം, നിങ്ങൾ കുടുംബക്കാരാവാം, നിങ്ങളെ ബന്ധുക്കളാവാം, നിങ്ങൾ ഈ പറയുന്ന കൂടെ പഠിച്ച ആൾക്കാരാവാം, ആരോവാം. എന്തായാലും കുറെ കുട്ടിച്ചത്തമാർ പുറത്തുണ്ട്. നിങ്ങളെ ബലൂണ ഇങ്ങനെ കുത്തി പൊട്ടിക്കാനുള്ള കുറച്ചാണ്. അതുകൊണ്ട് മണി ചെയിൻ എന്നുള്ളത് നിങ്ങൾ ശക്തമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ആ പറയുന്ന മണി ചെയിൻ അല്ല ഞാനിത് ചെയ്യുന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ബോധ നിലവാരം നിങ്ങൾക്ക് ഉണ്ടാവണം. നിരന്തരമായി മറ്റുള്ള ആളുകളോട് ഇത് മണി ചെയിൻ അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നിങ്ങൾക്ക് പറ്റണം. അതിന് അറിവ് നിങ്ങൾക്ക് വേണം. എന്താണ് മണി ചെയിൻ? എന്താണ് മണി ചെയിൻ? ഹലോ, മണി ചെയിൻ എന്ന് പറയുന്നത് പറയും. ഹലോ,
പ്രൊഡക്റ്റോ സേവനങ്ങളോ കൊടുക്കാതെ, ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കൊടുക്കാതെ പണം മാത്രം വാങ്ങുകയും ക്രയവിക്രയം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പറയുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നതിനാണ് മണി ചെയിൻ പറയാ. നമ്മളിവിടെ പണം വാങ്ങിയാൽ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ? ഒരു ലിവിഗൻ സിറപ്പിന് 285 രൂപയോ? ലിവിഗൻ സിറപ്പിന് MRP 245 രൂപ ലിവിഗൻ സിറപ്പിന്റെ MRP. ആ പറയുന്ന 245 രൂപയാണോ ഐഡി അടിച്ച ആൾക്കാർ കൊടുക്കുന്നത്? എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതായത് മുതൽ മുടക്കുന്ന പൈസക്ക് അതിനേക്കാട്ടും മൂല്യമുള്ള പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത് MRP കാണിച്ചു തരും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് കാണിച്ചു തരും. അതേപോലെ ഗവൺമെന്റ് സംവിധാനവും അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അസോസിയേഷനും ഉൾപ്പെടെയുള്ള ആളുകൾ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ആണ് എന്ന് പ്രൂവ് ചെയ്ത അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു. സ്വർണം അപ്പൊ ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂല്യമുള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? മണി ചെയിനാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല. ഇതിന് എല്ലാവർക്കും ഉറപ്പല്ലേ? 100% വിശ്വാസമല്ലേ? സ്വർണം ഓക്കെ. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ട്, ഈ ബിസിനസ് അത് ഇഷ്ടം. ഒരു കഥ പറയാം. ഒരു കഥ. പണ്ട് ഒരു വേൾഡ് കോൺഫറൻസ് നടക്കുകയാണ്, സിവിൽ എഞ്ചിനീയർമാരുടെ വേൾഡ് കോൺഫറൻസ്. അതായത് കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങും വലിയ വലിയ പാലങ്ങളൊക്കെ പണിയുന്ന ആളുകളുടെ ഒരു വേൾഡ് കോൺഫറൻസ്. അതിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല ഒരു സിവിൽ എഞ്ചിനീയറെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ആ കോൺഫറൻസ് പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. അത് ദുബായി വെച്ചിട്ടാണ് കോൺഫറൻസ് നടക്കുന്നത്. ആ കോൺഫറൻസ് പോയി നമ്മുടെ ഇന്ത്യക്കാരനും അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെട്ടു. ഇത് ഇന്ത്യക്കാരനാണ്, ഇത് ഇംഗ്ലണ്ടുകാരനാണ്. അങ്ങനെ അവർ അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. അതിനുശേഷം അവർ ആ കോൺഫറൻസ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ആ പറയുന്ന ആളെ അദ്ദേഹത്തിന്റെ ദുബായിലുള്ള ഒരു വലിയ ഒരു വില്ലയിലേക്ക് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇംഗ്ലണ്ടുകാരൻ. ആ ഇംഗ്ലണ്ടുകാരൻ പറഞ്ഞു, ഇതെന്റെ വീടാണ്, ഈ വീട് നിങ്ങൾ കണ്ടോ, ഒരു മനോഹരമായ വീടാണ്, നിങ്ങൾ വരൂ. അങ്ങനെ ആ വീട് കണ്ട് അന്താളിച്ച്, ഞാൻ ചെയ്യുന്നതും സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ഇദ്ദേഹം ചെയ്യുന്ന സിവിൽ എഞ്ചിനീയർ ആണ്, ഇങ്ങനത്തെ ഒരു വീടൊന്നും എനിക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇദ്ദേഹം എങ്ങനെ വീട് നിർമ്മിച്ചു ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു ആകാംക്ഷ ഇദ്ദേഹത്തിന് കൂടി. ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. 1ാമത്തെ ഫ്ലോർ കൊണ്ടുപോയി, 2ാമത്തെ ഫ്ലോർ കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് ഇദ്ദേഹത്തിന് കൊടുത്തു. ആ ജ്യൂസൊക്കെ കഴിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയാം ടെക്നിക്ക് പറയാം. അങ്ങനെ ക്ഷമയോട് കൂടി ഇന്ത്യക്കാരെ കാത്തു നിന്നു. അതിനുശേഷം അങ്ങനെ ഡോറ് തുറന്നു. ആ ഡോറ് തുറന്നതിന് ശേഷം അയാൾ പറഞ്ഞു, ദൂരോട്ട് നോക്കൂ, ആ ദൂരെ നിങ്ങൾ പുഴ കണ്ടെന്ന് വെച്ചു. ആ പുഴ കണ്ടു. അവിടെ നിങ്ങൾ പാലം കണ്ടെന്ന് വെച്ചു. ആ പാലം കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനോഹരമായ ഒരു പാലം, ആ പാലം നിർമ്മിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. അതിന് കിട്ടിയ ഒരു 20% പ്രോഫിറ്റ് കൊണ്ടാണ് ഞാൻ ഈ വീട് നിർമ്മിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹലോ, ആര് പറഞ്ഞു? ഇംഗ്ലണ്ടുകാരൻ ഇന്ത്യക്കാരനോട് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ ടെക്നിക്ക് ആർക്ക് പിടികിട്ടി? ഇന്ത്യക്കാരന് പിടികിട്ടി. ആ ടെക്നിക്ക് എന്റെ നാട്ടിൽ വന്ന് ഇതേപോലെ വലിയൊരു പാലത്തിന് വർക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ എനിക്ക് പണക്കാരനാകാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഈ പറയുന്ന ഇന്ത്യക്കാരന് വന്നു. ആ പറയുന്ന വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, എന്തെങ്കിലും ഒരു കോൺഫറൻസ് ഇതേപോലെ കാര്യത്തിനകത്ത് നിങ്ങൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ മറക്കരുത്, ഈ പറയുന്ന സൗഹൃദം നമുക്ക് ഇന്ന് കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദോസ്തുക്കളായി അവിടെ തിരിച്ചു വന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് വർഷങ്ങൾ 2 വർഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷം അതേ ഇംഗ്ലണ്ടുകാരൻ ഇന്ത്യയിൽ ഒരു കാര്യത്തിൽ വന്ന സമയത്ത് ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുകയും ആ സുഹൃത്ത് ഇദ്ദേഹത്തിന് ഈ വിമാനത്താവളത്തിൽ പോയിട്ട് എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യും. നേരിട്ട് ഇദ്ദേഹം ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ പോയ സമയത്ത് ഇംഗ്ലണ്ടുകാരൻ ഞെട്ടിപ്പോയി. കാരണം എന്താണ്? നേരത്തെ 2-3 കൊല്ലക്കാലം മുന്നേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇത്രയും വലിയ വീടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വീടൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി നോക്കുമ്പോ ആ പറയുന്ന ദുബായിൽ ഉണ്ടാക്കിയ വീടിനെക്കാട്ടും മനോഹരമായ ഒരു വീട് ഇന്ത്യക്കാരൻ നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ ടെക്നിക്കിനെ പറ്റി ആര് ചോദിച്ചു? ആ ദുബായിക്കാരൻ ചോദിച്ചു. ആ ഇംഗ്ലണ്ടുകാരൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചത്? ഇത്രയും മനോഹരമായ വീട് നിർമ്മിക്കുന്നതിനെ പറ്റി നിങ്ങൾ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ സിവിൽ എഞ്ചിനീയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തരുന്നതാണ്. അദ്ദേഹം നേരെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി 1st ഫ്ലോറിൽ 2ാമത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ജ്യൂസ് കൊടുത്തു. ആ ജ്യൂസ് കഴിച്ചതിന് ശേഷം അദ്ദേഹം ജനൽ തുറന്നു. ദൂരോട്ട് നോക്കി. അവിടെ ഒരു വലിയ പുഴ കാണുന്നുണ്ടോ? ആ പുഴ കാണുന്നുണ്ടോ? അവിടെ വലിയ പാലം കാണുന്നുണ്ടോ ചോദിച്ചു. ആ പാലം കാണുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു പാലം വരേണ്ടതായിരുന്നു. ആ പാലത്തിന്റെ കംപ്ലീറ്റ് പൈസ ഞാൻ അടിച്ചു മാറ്റി. അങ്ങനെ ഉണ്ടാക്കിയ വീടാണ്. ഹലോ, ഇതാണ് മണി ചെയിൻ. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൊടുക്കാതെ ആ കിട്ടുന്ന പൈസ തീർത്ത് പോക്കറ്റിലാക്കുകയും പുട്ടുകളിൽ അടിച്ച് ചെയ്യുന്ന പണിയാണ് മണി ചെയിൻ. നമ്മൾ ചെയ്യുന്നതല്ല, കച്ചവടം ചെയ്ത് യഥാർത്ഥ ലാഭം കൊണ്ട് കെട്ടിപ്പടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മണി ചെയിനിൽ പെടുന്ന സാധനമല്ല മൈനേസ്റ്റർ മാർക്കറ്റിംഗ്. മണി ചെയിൻ വേറെയാണ്, മൈനേസ്റ്റർ മാർക്കറ്റിംഗ് വേറെയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ,
അപ്പൊ നമ്മുടെ ബിസിനസ് എന്താണ്? നമ്മുടെ ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കച്ചവടമല്ല. സാധാരണ കച്ചവടം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഒരു പരമ്പരാഗത കച്ചവടത്തിൽ ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഒരു കൺസ്യൂമറുടെ കയ്യിലേക്ക് ഉൽപ്പന്നങ്ങൾ ഒരിക്കലും നേരിട്ട് പോകാറില്ല. ഉൽപ്പന്നങ്ങൾ ഒരിക്കലും നേരിട്ട് പോകാറില്ല. എങ്ങനെയാണ് പോവുക? അറിയുന്ന കാര്യങ്ങൾ പറയും. ഈ കുറച്ച് റെസ്റ്റ് എടുക്കും. ഹലോ, ആ ഇടനിലക്കാരും പരസ്യക്കാരിലൂടെ മാത്രമേ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിറ്റുപോകൂ. അങ്ങനെയാണെങ്കിൽ എത്ര ഇടനിലക്കാരുണ്ട്? നാഷണൽ വൈസ് ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ വൈസ്, സ്റ്റേറ്റ്, അതേപോലെ ഡിസ്ട്രിക്ട്, ഹോൾസെയിൽ, റീറ്റെയിൽ, കൺസ്യൂമർ അല്ലേ? അപ്പൊ ഇടനിലക്കാരും പരസ്യക്കാരിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ പോകുന്നത്. ഇവിടെ പരസ്യക്കാരുണ്ട് അല്ലെ? മോഹൻലാൽ പറയുന്നു, എന്താ പറയുന്നത്? കണ്ണൻ ദേവൻ ചായയുടെ രഹസ്യം അല്ലേ? എന്റെ 60 ദിവസം കണ്ണൻ ദേവൻ ചായ കുടിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ ശേഷം മോഹൻലാലിന്റെ പരസ്യം മാറി. പിന്നെ എങ്ങനെയാണ്? വലിയൊരു കുന്നിന്റെ മുകളിൽ, മുന്നാറ് വന്ന് വലിയൊരു കുന്നിന്റെ മുകളിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ടൊരു കപ്പ് ചായ കുടിക്കുകയാണ്. ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടും. ഹലോ, അങ്ങനെയാണെങ്കിൽ കണ്ണൻ ദേവൻ ചായ വാങ്ങിയിട്ട് മൊത്തത്തിൽ വലിയ മലേന്റെ മുകളിൽ കയറിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കടുപ്പം കൂടും. ആ ഉയരം കൂടുന്നതോറും ചായയുടെ കടുപ്പം കൂടുന്നു പറഞ്ഞ് വാങ്ങി കുടിച്ചപ്പോൾ കടുപ്പം കൂടുതൽ കിട്ടുമോ? ഇല്ല. സത്യത്തിൽ ഇവരൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണ്? തെറ്റാണ്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി ഇടപെട്ടു. അതായത് ഉത്തരവാദിത്തമില്ലാത്ത പരസ്യങ്ങൾ അഭിനയിക്കുകയോ ആളുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അവരെ കാശ് കളയുകയോ ചെയ്താൽ ആദ്യം കേസെടുക്കുക നിങ്ങൾക്കെതിരായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പല ഫിലിം സ്റ്റാറുകൾ ഇപ്പൊ കാണാനില്ല. ഹലോ, ശരിയാണോ തെറ്റാണോ? ഹലോ, ഒന്ന് പറയൂ, ശരിയാണോ തെറ്റാണോ? യെസ്. ഒരാൾ പറഞ്ഞു ജീവാ സോപ്പ് തെച്ചു കുളിച്ച് കഴിഞ്ഞാൽ 21 തവണ കുളിച്ച് സുഖം കിട്ടും. പറഞ്ഞാലാണ് സിമ്രാന്റെ വീട്ടിൽ പട്ടിയെ കുളിപ്പിക്കുന്നത് 500 രൂപയുടെ സോപ്പ് ഉണ്ടാകും. പിന്നെ 22 രൂപയുടെ സോപ്പ്. ഹലോ, അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ഈ പറയുന്ന സോപ്പൊക്കെ വാങ്ങി കുളിച്ചു. പല ആൾക്കാർ സുഖം കിട്ടിയില്ല. പിന്നെ ആളുകൾക്ക് മനസ്സിലായി, ഒരു തവണ കുളിച്ച സോപ്പിന്റെ സുഖം വീണ്ടും തിരിച്ചു കിട്ടണമെങ്കിൽ 20 തവണ കുളിക്കണമെന്ന് മനസ്സിലായിട്ടേ കഴിഞ്ഞു. ഇങ്ങനെയാണ് പരസ്യം കൊണ്ട് പല ആളുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ കാശ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പൊ ഇതേപോലെ ഒരു കാര്യം ഇവിടെ നോക്കൂ. ഇവിടെ ചാനൽ കണ്ടോ? ഹലോ, ചാനൽ കണ്ടോ? ഒരു മാനുഫാക്ചറിൽ നിന്ന് ഒരു പ്രൊഡക്റ്റോ സേവനമോ ഇതേപോലെ റൂട്ടിലൂടെ ഇങ്ങനെ പോകും. എന്നിട്ട് കൺസ്യൂമർ കയ്യിലേക്ക്. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടാകുന്ന കൺസ്യൂമർ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമാണ് തിരിച്ച് റീറ്റെയിൽ ഷോപ്പിലും ഹോൾസെയിൽ ഷോപ്പിലും ഡിസ്ട്രിക്ട് ഹോൾസെയിലും സ്റ്റേറ്റിലും ഒക്കെ ലാഭമായി തിരിച്ചു വരും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വാങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് പണം പോകും, വിൽപ്പനക്കാരന്റെ കയ്യിലേക്ക് പണം വരും. ക്ലിയർ? വാങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് പണം പോകും. ഇപ്പൊ മേഡത്തിന്റെ ഷോപ്പ് പോയിട്ട് ഞാൻ 10 രൂപയ്ക്ക് ഒരു സോപ്പ് വാങ്ങിയാൽ ആ 10 രൂപയുടെ കയ്യിൽ പോയി കിട്ടി, എനിക്ക് സോപ്പ് കിട്ടിയില്ലേ? ആ 8 രൂപയാണ് സോപ്പിലെങ്കിൽ 2 രൂപ ലാഭം കിട്ടി, മേഡത്തിന് കിട്ടി. അപ്പൊ ഇത് മനസ്സിലായി, വാങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് പണം പോകും, വിൽപ്പനക്കാരന്റെ കയ്യിൽ പണം വരും. സ്വർണം ശരിയാണോ തെറ്റാണോ? പറയും. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ മരിയറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ കമ്പനി വരുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും വാങ്ങുന്നവരായിരുന്നു, വിൽപ്പനക്കാരനായിരുന്നില്ല. അപ്പം വിൽപ്പനക്കാരന്റെ കയ്യിൽ മാത്രമേ പണം വരൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കച്ചവടം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിൽക്കാൻ വേണം. വിൽക്കണമെങ്കിൽ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ 5-10 ലക്ഷം രൂപ മുടക്കണം. ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ഒരു 20 മുതൽ 50 ലക്ഷം മുടക്കണം. ഒരു വലിയ ഷോപ്പ് തുടങ്ങണമെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കണം. ഇനി ഈ പറയുന്ന സോണൽ വൈസ് ഡിസ്ട്രിബ്യൂട്ടറോ സ്റ്റേറ്റോ അല്ലെങ്കിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറോ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിട്ടും കാര്യമില്ല, അത് വാങ്ങാൻ പറ്റൂല. പുസ്തക മുതലാളിമാരുടെ കയ്യിൽ ഓൾറെഡി ആ സാധനങ്ങൾ കിടക്കുക. അപ്പൊ എന്താണ് മൈലേജ് മാർക്കറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. ഇവിടെ നടക്കുന്നത് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ആണ്. അക്യുമുലേഷൻ ഓഫ് വെൽത്ത് പറയുന്നതാണ് ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ITC എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്മിത്ത് ആൻഡ് നേഷൻ കേട്ടിട്ടുണ്ടോ? പ്രോക്ടർ ആൻഡ് ഗാംബിൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാൻ ലിവർ കേട്ടിട്ടുണ്ടോ? ഇത്തരം കേട്ട ആൾക്കാർ കൈമുഖ്യ ഹിന്ദുസ്ഥാൻ ലിവർ കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ്, ഇപ്പോഴല്ല പണ്ട് പല്ല് തേക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പോക്കറ്റിലേക്ക് പൈസ, നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പോക്കറ്റിലേക്ക് പൈസ, നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ പോക്കറ്റിലേക്ക് പൈസ. അങ്ങനെ നിങ്ങളെ വീട്ടില് ഏറ്റവും ചുരുക്കി ഒരു മാസം ഒരു 10,000 രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 8,000 രൂപ പോകുന്നത് ഈ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ കയ്യിലായിരുന്നു. ഹലോ, ഇത് സമ്പന്നരായ ആളുകൾ വീണ്ടും സമ്പന്നരാകുന്നതിനാണ് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് പറയാ. സമ്പത്ത് ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുക. ഒരു രാജ്യം സമ്പന്നമാണെങ്കിൽ സാധാരണക്കാരന്റെ കൈകളിലേക്ക് പണം ഒഴുകണം എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് ഇങ്ങനെ വികേന്ദ്രീകരിക്കപ്പെടണം. ആ
സമ്പത്ത് വികേന്ദ്രീകരിക്കപ്പെടണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് ഡിയർ ഫ്രണ്ട്സ്, ഡയറക്ട് സെൻഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരുമില്ല. അത് നോക്കൂ, അതായത് വാങ്ങുന്നവന്റെ കയ്യിൽ വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നു. നമ്മുടെ ചാമ്പ്യൻ തന്നെ വാങ്ങിയാൽ ആ ഷോപ്പ് അടക്കം അവരെ കൈ കൊടുക്കുന്നു. തോട്ടി വാങ്ങിന് ആകേനെ കൊടുക്കുന്ന കമ്പനിയുടെ പേരാണ് മൈനേഴ്സ് മാർക്കറ്റിംഗ്. വാങ്ങുന്നവരുടെ കയ്യിൽ വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നതാണ് മൈനേഴ്സ് മാർക്കറ്റിംഗ്. അത് മാത്രമല്ല, കിട്ടുന്ന ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇവിടെ ഞാൻ ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങിയാൽ ഏതാണ്ട് അതിന്റെ 3 ഇരട്ടി, ഏതാണ്ട് 6 ലക്ഷം 7 ലക്ഷം രൂപ എന്റെ ഓർഗനൈസേഷനിൽ മൊത്തം ലാഭമായിട്ട് പല ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ഹലോ, ഏത് കച്ചവടമാണ് നല്ലത്? ഏത് കച്ചവടം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? രാജ്യനന്മയ്ക്ക് ഇവിടെ കച്ചവടം ഏതാണ്? അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണോ? ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണോ, ഡയറക്ട് സെല്ലിംഗ് ആണോ? പറയൂ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണോ, ഡയറക്ട് സെല്ലിംഗ് ആണോ? ഏറ്റവും നല്ല ഏതാണ്? ഡയറക്ട് സെല്ലിംഗ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സത്യത്തിൽ ഗവൺമെന്റ് പോലും ഇതിനകത്ത് പച്ചക്കൊടി വീശിയത്. ക്ലിയറായോ? ആ കച്ചവടമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പുറത്തുണ്ടാവും. പക്ഷെ അതിനകത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പേരാണ് മൈനേഴ്സ് മാർക്കറ്റ്. ക്ലിയർ? അതാണ് നമ്മുടെ കച്ചവട രീതി. ഇതിന് പല രീതിയിലും ഗവൺമെന്റ് ഇതിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. എന്തൊക്കെയാണ് നോമിനേഷൻ വന്നത്? ട്രേഡ് യൂണിയന് ശക്തമായ ഒരു സംരക്ഷണ ഈ മേഖലയിൽ വന്നു. 2015 കാലഘട്ടത്തിൽ ശക്തമായ നിയമം നമ്മുടെ രാജ്യത്ത് വന്നിരുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്താണ്, മൾട്ടിലെവൽ മാർക്കറ്റിംഗ് എന്താണ്, മണി ചെയിൻ എന്താണെന്ന് വ്യക്തമായ നിയമം വന്നു. അതേപോലെ 2 മാസക്കാലം കഴിഞ്ഞാൽ ജെന്യൂനായ കമ്പനിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുക. 2 മാസം കഴിഞ്ഞാൽ കള്ള കമ്പനിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല കമ്പനിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, ആ ലിസ്റ്റിൽ പെടാത്ത എല്ലാ ആളുകളും മോശപ്പെട്ട കമ്പനികളായിരിക്കും. ക്ലിയറായോ? ക്രിപ്റ്റോ കറൻസി ഇവിടെ കൂട്ടും, ഹൈ റിച്ച് പോലുള്ള കമ്പനികൾ ഇവിടെ കൂട്ടും. അതേപോലെ തന്നെ കിടക്കെ കടന്നു കഴിഞ്ഞാൽ അസുഖം മാറുന്ന കമ്പനി ഇവിടെ കൂട്ടും. അതേപോലെ തന്നെ പല ഈ എന്താ പറയുക, ഈ പണപ്പിരിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ കൂട്ടും. ഇതൊക്കെ മണി ചെയിന്റെ, മൾട്ടിലെവൽ മാർക്കറ്റിംഗിന്റെ ഒക്കെ മറവിൽ മണി ചെയിൻ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ചെയ്ത ഒട്ടനവധി ആളുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. എത്ര കമ്പനികൾ കൂട്ടുമെന്ന് എനിക്കറിയില്ല, എത്ര കമ്പനികൾ നിലനിൽക്കും എനിക്കറിയില്ല. പക്ഷെ അതിനകത്ത് ഏറ്റവും നല്ലൊരു കമ്പനിയിൽ പേരുണ്ടാവും. ആ കമ്പനിയുടെ പേരാണ് മൈനേഴ്സ് മാർക്കറ്റിംഗ്. ക്ലിയറാണല്ലോ? ഹലോ, ക്ലിയറാണല്ലോ? നമ്മൾ എത്തിപ്പെട്ട മേഖല മനസ്സിലായല്ലോ, വിശ്വാസം മനസ്സിലായല്ലോ. 99% 1% കൂടി അപ്ഗ്രേഡ് ചെയ്ത് 100% വരുമോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നുകൂടി എഴുതേണ്ടത്. ഹലോ, ഇപ്പം മണി 12:55. നമുക്ക് 3 മണിക്ക് ഭക്ഷണം കഴിക്കണം എന്നാണ് വിചാരിച്ചത്. 2 മണിക്ക് നമുക്ക് എന്തായാലും കഴിക്കാം. എത്ര മണിക്ക് ഭക്ഷണം വേണം? 1:30 വേണം, 2 മണിക്ക് വേണം?